कांग्रेस यहां पर राहुल गांधी क्योंकि पहले ही पेपर लीक मामले को लेकर सरकार 4 ദിവസം കൊണ്ടാണ് ബിജെപിക്കുള്ള ഫോളോവേഴ്സിനെ സിജെപി മറികടന്നത്. കോക്രോച്ച് ജനതാ പാർട്ടിയെ ഫോളോ ചെയ്ത 2 കോടിയോളം വരുന്ന ചെറുപ്പക്കാർ ദേശവിരുദ്ധരാണോ? ഇനി വരാൻ പോകുന്നത് ഏകാധിപതിയായ മോദിയുടെ പതനമാണ്. അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് സന്ദീപ് വാര്യർ. സത്യമല്ലേ, ഒരു ഭയത്തിന്റെ അന്തരീക്ഷം നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. പ്രതികരിക്കുന്നവരെ, പ്രതിഷേധിക്കുന്നവരെ കള്ളക്കേസിൽ കൊടുക്കുകയും കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തുകയും അവരെ നിരന്തരമായി വേട്ടയാടുകയും അവരെ രാജ്യദ്രോഹികളെന്ന് മുദ്രകുത്തുകയും അവർക്കെതിരായിട്ടില്ലാത്ത ആക്ഷേപങ്ങൾ മുഴുവൻ ഉന്നയിക്കുകയും ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള മസിൽ പവറും അധികാരവും ഉപയോഗിച്ചുകൊണ്ട് എതിർശബ്ദങ്ങളെ അടിച്ചില്ലാതാക്കുന്ന ഒരു പ്രവണത നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് തുടരുകയാണ്. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഒരു സിസ്റ്റം മുഴുവൻ മാറി. അതായത് പ്രതിഷേധിക്കുന്നവരെ മുഴുവൻ ആക്ഷേപിക്കുന്ന നിലയിലേക്ക് സിസ്റ്റം മുഴുവൻ മാറിയതുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധം കൂടുതൽ ശക്തമായി ഡിജിറ്റൽ പ്രതിഷേധമായിട്ട് മാറിയത്. വളരെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഈ നാട്ടിലെ യുവതലമുറ മുഴുവൻ പാറ്റകളെ പോലെയാണ്, അതല്ലെങ്കിൽ പരാന്നഭോജികളാണ് എന്നൊക്കെ വിളിക്കുമ്പോൾ അവർക്കുണ്ടായിട്ടുള്ള ഇൻസൾട്ട് എത്ര വലുതാണ്, എന്തുമാത്രം വലിയ അപമാനമാണ് ഈ നാട്ടിലെ യുവതലമുറയോട് അവർ ചെയ്തിട്ടുള്ളത്. തീർത്തും ഉത്തരവാദിത്തരഹിതമായി, ഉത്തരവാദിത്ത ബോധമില്ലാതെ ഇത്തരം ആളുകൾ നടത്തുന്ന പ്രസ്താവനകളാണ് സമീപകാലത്ത് മുഴുവൻ ഈ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് നിങ്ങൾ പരിശോധിച്ചാൽ മതി. അപ്പൊ നിലവിലിരിക്കുന്ന എസ്റ്റാബ്ലിഷ്മെന്റിന് വേണ്ടി ആ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ആളുകളായിട്ട് ചമഞ്ഞുകൊണ്ടിരിക്കുന്ന ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ നടത്തുന്ന തീർത്തും തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ തീർത്തും അനഭിലഷണീയമായിട്ടുള്ള ഇത്തരം പ്രസ്താവനകൾ ഈ നാട്ടിലെ കുട്ടികളെ, ചെറുപ്പക്കാരെ വല്ലാതെ പ്രകോപിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് പുറത്തു വന്നുള്ളത്. ഇത് വാസ്തവത്തിൽ ശ്രീ രാഹുൽ ഗാന്ധി എത്രയോ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അദ്ദേഹം നാട്ടിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അദ്ദേഹം നാട്ടിലെ ചെറുപ്പക്കാരോടും കുട്ടികളോടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ. ഈ നാട്ടിലെ कांग्रेस यहां पर राहुल गांधी क्योंकि पहले ही पेपर लीक मामले को लेकर सरकार को घेर चुके, लगातार इस्तीफे की मांग कर रहे हैं और इसका सरगना कोई और नहीं, धर्मेंद्र प्रधान इस्तीफा दो, इस तरह के नारे लग रहे हैं। एनटीए के भीतर पेपर लीक, नीट पेपर लीक मामले को लेकर देखिए कितना जबरदस्त प्रदर्शन हो रहा है। कांग्रेसी सड़कों पर उतर चुके हैं, हल्ला। और ये तस्वीरें आपको साफ कर दें, जयपुर की तस्वीरें हैं, राजस्थान जयपुर की तस्वीरें। जमकर विरोध हुआ है शिक्षा मंत्री धर्मेंद्र प्रधान के खिलाफ और साथ साथ एनटीए के खिलाफ। क्यों ये प्रदर्शन हो रहा है, किस लिए हो रहा है और ये क्यों कहा जा रहा है कि ये मांग जायज है? बकायदा नारे लग रहे हैं। नारे क्या लग रहे हैं? पेपर कहां मिलेगा? बीजेपी के बाड़े में। पेपर कहां मिलेगा? बीजेपी के बाड़े में। धर्मेंद्र प्रधान इस्तीफा दो। जरा सुनिए नारे किस तरह से सड़कों पर गूंज रहे थे, सुनिए जरा। बाईस लाख छात्रों का सवाल था और साथ साथ गुरुवार का दिन आसमान से आग बरस रही थी, मगर तपिश पुलिस के वाटर कैनन से विरोध को ठंडा करने की हो रही थी, लेकिन ठंडा नहीं। प्रदेश कांग्रेस अध्यक्ष गोविंद सिंह के नेतृत्व में कांग्रेसी सड़कों पर उतरकर जमकर प्रदर्शन कर रहे हैं। अब कुछ और तस्वीरें मैं आपको दिखाऊंगा। पैदल मार्च करते हुए शहीद स्मारक रास्ते में बीजेपी कार्यालय की तरफ नारे करते हुए कांग्रेसी आगे बढ़ रहे हैं। प्रदर्शन हो रहा था, पूरे इलाके में पुलिस बल तैनात किस कदर था, यह तस्वीरें देखिए। पुलिस बल बैरिकेडिंग के आगे कितनी लेयर बनी हुई है आप देख रहे होंगे, 1 2 3 4। और यह स्थिति थी दोस्तों राजस्थान में जब कांग्रेस प्रदर्शन कर रही थी, क्योंकि नीट पेपर लीक मामले को लेकर मोदी सरकार घिरी हुई है। कांग्रेस बीजेपी के प्रदेश मुख्यालय के बाहर घेराव करने का ऐलान होता है और मांग सिर्फ यह है कि एनटीए को तुरंत भंग किया जाए। बुधवार की तस्वीरें मैं अब आपको दिखाता हूं। कांग्रेस ने बुधवार को भी पूरे राजस्थान में नीट पेपर लीक को लेकर विरोध किया। देखिए बुधवार की तस्वीरें देखिए, युवाओं को देखिए, कई जिलों में प्रदर्शन हुए, पुतले फूके गए। खुद मोदी सरकार के खिलाफ, शिक्षा मंत्री के खिलाफ, एनटीए के खिलाफ कांग्रेसी के कार्यकर्ताओं ने, यूथ कांग्रेस ने, यहां तक कि एनएसयूआई ने तमाम जगह पर विरोध प्रदर्शन की। लेकिन बात यहां पर खत्म नहीं होती। अब याद करिए दोस्तों, विरोध के इतर कुछ और महत्वपूर्ण सवाल भी हैं। 2024 में भी पेपर लीक हो, लेकिन तब हजारीबाग के स्ट्रांग रूम से हुआ। लेकिन इस बार सवाल सेट करने वाले पैनल की तरफ से पेपर लीक की बात आ रही है और एनटीए को भनक तक नहीं है।
तो फिर क्या एनटीए को भंग करने की मांग जायज है कि नहीं? ഈ നാടിന്റെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ മൂല്യങ്ങളെയും ലംഘിച്ചുകൊണ്ട് ഈ അടിച്ചമർത്തലിലൂടെ നാട് ഭരിക്കുന്നതിനെ കുറിച്ചൊക്കെ ശ്രീ രാഹുൽ ഗാന്ധി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കില്ലേ. നോക്കൂ, ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള പ്രതിഷേധത്തിന്റെ ആകെ തുക എന്ന് പറയുന്നത്, ഈ പ്രതിഷേധം ഇത് എന്നായാലും പുറത്തു വരേണ്ടതാണ്. ഇതിങ്ങനെ ഈ ആളിക്കത്തുന്ന ഉള്ളിലിങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അഗ്നിപർവ്വതം പോലെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരായിട്ടുള്ള വലിയ പ്രതിഷേധം ഒരു നിമിഷത്തിൽ അത് ആളിക്കത്തും പുറത്തേക്ക് വരുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അത് ഏത് മൊമെന്റ് എന്നുള്ളത്, ആ ട്രിഗറിംഗ് മൊമെന്റ് ആണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. അത് സ്വാഭാവികമായിട്ടും ഇന്നത്തെ ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികൾക്കിടയിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തിയതിന് പുറകിൽ, അത് ജനങ്ങൾക്കിടയിൽ സംസാര വിഷയമാക്കിയതിന് പുറകിൽ ശ്രീ രാഹുൽ ഗാന്ധിക്ക് വലിയ പങ്കുണ്ട് എന്നത്തെ ഒരു സംശയവും വേണ്ട. അതിന്റെ ട്രിഗറിംഗ് മൊമെന്റ് ആയിട്ട് വന്നത് വലിയ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി നടത്തിയിട്ടുള്ള പരാമർശമാണ്. അത് സ്വാഭാവികമായിട്ട് ഒരു സറ്റയർ മൂവ്മെന്റ് ആയിട്ട് മാറി. അത് വന്നത് ഇങ്ങനെയാണെന്ന് മാത്രം. അത് ഒരിക്കലും പ്രതിപക്ഷത്തിന്റെ പരാജയമാണെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. കാരണം എനിക്ക് 100% ഉറപ്പുണ്ട് ഒരു വലിയ ആന്റി ഇൻകംബൻസി സർക്കാരിനെതിരായിട്ടുണ്ടെന്ന്. നോക്കൂ നിങ്ങൾ, ഇപ്പം ഇവരുന്നയിച്ചിട്ടുള്ള എല്ലാ വിഷയങ്ങളും, ഉദാഹരണത്തിന് അഗ്നിപഥിനെതിരായിട്ടുള്ള ഇവരുടെ വിമർശനം, നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട വിമർശനം, രാജ്യത്തിന്റെ പരമാധികാരവുമായി ബന്ധപ്പെട്ട വിമർശനം, ഇതെല്ലാം രാഹുൽ ഗാന്ധി കഴിഞ്ഞ കാലങ്ങൾ നടത്തിയപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ വലിയ തോതിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടും അല്ലെങ്കിൽ പെയ്ഡ് മീഡിയ, ഗോദി മീഡിയ, ഇവർ തന്നെ ഉപയോഗിക്കുന്ന പദം, കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ആളുകൾ തന്നെ ഉപയോഗിക്കുന്ന പദമാണ് ഗോദി മീഡിയ. അത് ദേശീയ തലത്തിലൊക്കെ ഉപയോഗിക്കുന്നത്, അതായത് മോദി പർച്ചേസ് ചെയ്ത മീഡിയ. ആ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന വല്ലാത്ത തോതിലുള്ള രാഹുൽ ഗാന്ധിക്കെതിരെയും കോൺഗ്രസിനെതിരെയും ഒക്കെയുള്ള പ്രതിപക്ഷത്തിനെതിരെയുള്ള ആക്രമണങ്ങൾ നമ്മൾ കണ്ടു. അപ്പൊ ഈ ഒരു നറേറ്റീവ് വിലക്കെടുക്കുക, അല്ലെങ്കിൽ നറേറ്റീവ് സൃഷ്ടിച്ചെടുക്കുക, എന്നിട്ട് അതിന് മുകളിൽ അഭിപ്രായം, അതാണ് യാഥാർത്ഥ്യമെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പൊ ഇതെല്ലാ ഏകാധിപതികൾക്കും അനിവാര്യമായിട്ടുള്ളൊരു പതനമുണ്ട്. ആ പതനമാണ് ആസന്നമായിരിക്കുന്നത്. നിങ്ങൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ ഒന്നും വെച്ച് ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിന്റെ മുന്നോട്ട് പോക്കിനെ വിലയിരുത്തേണ്ട. കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ഗ്രാഫ് പിന്നിലോട്ടാണെന്ന് നരേന്ദ്രമോദിക്ക് പോലും മനസ്സിലായിട്ടുണ്ട്. അതാണല്ലോ വാരണാസിയിൽ പിന്നിട്ട് നിന്നത്. വാരണാസിയിൽ പിന്നിട്ട് നിന്നു, 240 സീറ്റിലേക്ക് ചുരുങ്ങി, ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥയായി. ഇനി ഒരു 40-50 സീറ്റ് കൂടി താഴെ പോയാൽ ഭരണം നഷ്ടപ്പെടുന്ന സാഹചര്യമായി. അപ്പൊ വല്ലാത്ത തോതിലൊരു ജനവിരുദ്ധ സർക്കാരായിട്ട് ഇത് മാറിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രകടമായിട്ടുള്ള ഉദാഹരണങ്ങൾ പുറത്തു വന്നല്ലോ. ഇപ്പൊ പ്രധാനമന്ത്രി നാട്ടിൽ എല്ലാവരെയും ഉപദേശിക്കുകയാണ്, എന്താണ് ജീവിത ചെലവ് ചുരുക്കാൻ, സ്വർണം വാങ്ങാതിരിക്കാൻ, വിദേശയാത്രകൾ ചുരുക്കാൻ. അദ്ദേഹം ചെയ്യുന്ന എന്താ? അദ്ദേഹം ഏതെങ്കിലും മാതൃക കാണിക്കുന്നുണ്ടോ? അദ്ദേഹം ഇറ്റലിയിൽ പോയിട്ട് ഇറ്റാലിയൻ പ്രധാനമന്ത്രിക്ക് ചോക്ലേറ്റ് കൊടുക്കുന്നതും ഒരു നിലവാരമില്ലാത്ത രീതിയിൽ നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി മുന്നോട്ട്, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന BJPയുടെ മോദി ഭക്തരായിട്ടുള്ള ആളുകൾക്ക് വല്ലാത്ത മനപ്രയാസം തോന്നുന്നുണ്ടാവും. പക്ഷെ യാഥാർത്ഥ്യം അതാണ്. ഇന്നത്തെ തലമുറയ്ക്ക് ഇപ്പം BJPയുടെ അല്ലെങ്കിൽ മോദി ഭക്തരായിട്ടുള്ള ആളുകളെ പ്രായം നിങ്ങൾ പരിശോധിക്കണം. അത് ഒരു ഫേസ്ബുക്ക് ഒക്കെ ഉപയോഗിക്കുന്ന, പ്രത്യേകിച്ച് ഫേസ്ബുക്കിലുള്ള ഒരു 40 വയസ്സിന് മുകളിൽ, അതായത് 2014 കാലഘട്ടത്തിൽ ഒരു 18 മുതൽ 21, 22 വയസ്സ് വരെ ഒക്കെ പ്രായമുണ്ടായിരുന്ന, അല്ലെങ്കിൽ 30 വയസ്സ് വരെ പ്രായമുണ്ടായിരുന്ന ആളുകളാണ് ഈ മോദി ഭക്തരായിട്ട് ആ കാലത്തുണ്ടായിരുന്നത്. ഇപ്പൊ അവരൊക്കെ പ്രായം ഏതാണ്ട് 40 വയസ്സിലേക്ക് എത്തി. പക്ഷേ 2014 ചെറിയ കുട്ടികളായിരുന്നപ്പം ഇവിടെ ഇരിക്കുന്ന കോക്രോച്ച് ജനതാ പാർട്ടി ഡെലീഷയെ പോലെയുള്ള കുട്ടികൾ, അതായത് അടുത്ത തലമുറയും അതിന്റെ അടുത്ത തലമുറയുമുള്ള കുട്ടികൾ, അവര് വാസ്തവത്തിൽ ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിന് പരിപൂർണമായിട്ടും എതിരാണ്. ഈ മോദി ഭക്തരായിട്ട് ഫേസ്ബുക്കിലുള്ള ആളുകൾ ചിലപ്പോൾ എന്റെ വാക്കുകൾ കേട്ട് ഉറഞ്ഞു തുള്ളുന്നുണ്ടാവും. അങ്ങനെയല്ല, ഇങ്ങനെയാ. നോക്കും, ഒരു 4 ദിവസം കൊണ്ടാണ് BJPക്കുള്ള ഫോളോവേഴ്സിനെ ഇവർ മറികടന്നത്. അതിന്റെ അർത്ഥം എന്താ? ഇപ്പൊ പറയാൻ പോകുന്നത് ഇത് ദേശവിരുദ്ധാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ കോക്രോച്ച് ജനതാ പാർട്ടിയെ ഫോളോ ചെയ്ത 2 കോടിയിലധികം ചെറുപ്പക്കാർ അവർ ദേശവിരുദ്ധരാണോ? ഇനി ഇതിന്റെ സ്ഥാപകൻ ദേശവിരുദ്ധനാണെന്ന പുതിയൊരു വാദം ഞാൻ കണ്ടു ഇവർ ഉന്നയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താ ഇത്രയും കാലം അദ്ദേഹത്തെ പിടിച്ച് അറസ്റ്റ് ചെയ്തിട്ടില്ല? നരേന്ദ്രമോദി സർക്കാരിനെതിരെ ആരൊക്കെ രംഗത്ത് വരുന്നു അവരെ മുഴുവൻ ദേശദ്രോഹികളെന്ന് മുദ്രകുത്തുക, രാജ്യദ്രോഹികളെന്ന് മുദ്രകുത്തുക, അവരെ ആക്ഷേപിക്കുക. ഇപ്പൊ അതൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. കാരണം ഇതൊരു ഡിജിറ്റൽ വിപ്ലവമായി മാറിക്കഴിഞ്ഞു. ഒരു ഡിജിറ്റൽ വിപ്ലവമായി മാറിക്കഴിഞ്ഞു. എല്ലാ വിപ്ലവങ്ങളും എങ്ങനെയാണ് തുടങ്ങുന്നത്? ഇതിന്റെ പര്യവസാനം എന്ന് പറയുന്നത് ഈ ഏകാധിപതിയുടെ തീർച്ചയായിട്ടുമുള്ള അനിവാര്യമായിട്ടുള്ള പതനമാണ്. അത് ഈ രാജ്യത്ത് സംഭവിക്കുക തന്നെ ചെയ്യും. ഒരു സംശയവും വേണ്ട. ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ ജനാധിപത്യ രാജ്യം, ഈ ജനാധിപത്യ രാജ്യത്ത് തീർച്ചയായിട്ടും ഈ ഏകാധിപതിയുടെ പതനം അത് ആസന്നമാണ്.